എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് 2 ദിവസമായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിന്റെ ഈയവരുടെ ഒരു സമ്മേളനത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ പ്രസവിച്ചു കൂട്ടണം, എണ്ണസംഖ്യ കൂട്ടണമൊക്കെ പറഞ്ഞു. അതൊന്നും കേരളത്തിലെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നതും അല്ല. വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ 2 സംഘടനകൾ മുസ്ലിങ്ങളെ വക്താക്കളാകാൻ വേണ്ടി ലീഗ് എടുക്കുന്ന ശ്രമം നമുക്കറിയാം. നമ്മൾ മുൻകാലങ്ങളിൽ എടുത്ത് ആലോചിച്ച് നോക്കുക. 94 ലക്ഷം മുസ്ലിങ്ങളുടെ കേരളത്തിൽ 19 ലക്ഷം മുസ്ലിങ്ങൾ ആ ലീഗിന്റെ മെമ്പർഷിപ്പിലുള്ളൂ. ബാക്കിയുള്ള മുസ്ലിങ്ങളൊക്കെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളിലും അതുപോലെ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത മുസ്ലിങ്ങളാണ്. അപ്പൊ നമ്മളെന്താ ചിന്തിക്കുന്നത്? മുസ്ലിം ലീഗിന് ഇടക്കിടക്കിന് വരും ഒരു ഇസ്ലാമിക സ്നേഹം. കെ.ടി. ജലീൽ മന്ത്രിയായപ്പോ ഈത്തപ്പായത്തിന്റെ ഉള്ളിൽ സ്വർണം, കുരുവിന് പകരം സ്വർണം, മുസാഹിബ് കെട്ടില് സ്വർണം, ഓന്റെ വീട്ടില് സ്വർണം, അയില് സ്വർണം, എന്തൊക്കെ നടന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി, സ്വന്തം സമുദായത്തിനെ കൂടെ നിർത്താൻ വേണ്ടി ചില മതസംഘടനകളെ നമ്മൾ കാരം ബോർഡ് ഇട്ട് അപ്പ റെഡ് ഇട്ട് അപ്പ ഫോളർ ഇടണം. അതുപോലെയൊക്കെയാണ് ഒത്താശ പറഞ്ഞ ചില മതസംഘടനകളുണ്ട് ഇവർക്ക് ലീഗിനും വേണ്ടി. അതുപോലെ വെള്ളാപ്പള്ളി നടേശന് 27% ഈയവര് ഈ കേരളത്തിലുണ്ട്. ഈ ഈയവരൊന്നും വെള്ളാപ്പള്ളി നടേശന്റെ SNDP-യിലില്ല. അപ്പൊ അതിനല്ലോ അവർ ചെയ്യുന്ന പരിപാടി എന്താണ്? ഈയവരെ മൊത്തം ഒപ്പം നിർത്താൻ വേണ്ടി ഈയവരെ ഏറ്റവും കൂടുതലുള്ള CPM-ലാണ്, പിന്നെ കുറച്ച് BJP-യിലുമാണ്, പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലുമാണ്. അപ്പൊ എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ ലീഗ് എടുക്കുന്ന പണി എടുക്കുന്നത് ഉണ്ടല്ലോ. ലീഗ് എന്താണ് ചെയ്യണത് അതന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും ചെയ്യുന്നത്. ഈ സമൂഹത്തിൽ NDF-ഉം ജമാഅത്ത് ഇസ്ലാമി എന്നിപ്പോ ലീഗിന് വർഗീയ പാർട്ടിയല്ല. ഒരു കാലത്ത് ഒരു വലിയ സംഭവം ബിരിയാണി വെച്ച ചെമ്പലിച്ച് ചെറിയന്റെ കഞ്ഞി വെക്ക ലീഗ്. അപ്പൊ എല്ലാ വർഗീയ പാർട്ടി മുസ്ലിം സംഘടനകളും ലീഗിന്റെ കൂടെ കൂടണം. അപ്പൊ മുസ്ലിം സമുദായത്തിന്റെ വിഷയമാണ്, മദ്രസിന്റെ ആണ്, സ്കൂളാണെങ്കിലും ഒക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ അറിയോ? ഈ ജാതി സംഘടനകൾക്കല്ല കേരളത്തില് പ്രാധാന്യം കൊടുക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും മുസ്ലിം ലീഗിന്റെയും NDF-ന്റെയും 2 ജാതി സംഘടനകളും പറയണത് ഒരുപോലെയാണ് കാണുന്നത്. അത് നാടിന് അപകടമാണ്. ആ അപകടം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുക. ഇവിടെ കേരള കോൺഗ്രസിനെ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എടുത്തപ്പോ UDF അവർക്ക് ഒറ്റക്ക് മുണുങ്ങാ എന്ന് കരുതി കേരള കോൺഗ്രസിനെ ചവിട്ടിയാണ് പുറത്താക്കി. BJP സ്വാഗതം ചെയ്ത് രാജ്യസഭാ MP സ്ഥാനം തരാം, കേന്ദ്ര മന്ത്രിസ്ഥാനം തരാം, നിങ്ങൾക്ക് അങ്ങനെ സീറ്റ് തരാം, അങ്ങനെ സീറ്റ് തരാം എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഇടതുപക്ഷം വന്ന് കേരള കോൺഗ്രസിന് എടുത്തില്ലെങ്കിൽ BJP-ക്ക് സത്യ പകരം. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെയും ഇതുപോലെ ലീഗിന്റെയും STP-ന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും ആൾക്കാർ നെല്ലെ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കൊണ്ടേ കൊടുക്കുന്ന പരിപാടി. ഇന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ BJP-ക്ക് അനുകൂലമായിട്ട് പറഞ്ഞുള്ള ജാതിപരമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ലീഗ് ഇസ്ലാമികളെ കാര്യം പറയണ പോലെ ഓരോ കാര്യം നടക്കണം എല്ലാ കാര്യത്തിനും. അപ്പൊ ഈ 2 നേതാക്കളും ഈ 2 ജാതി സംഘടനകളും ഈ കേരളത്തിന് അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ BJP-ക്ക് ഒരു നിലക്കും കേരളത്തിൽ വേരോട്ടുണ്ടാകാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഇടതുപക്ഷം CPM-ഉം എല്ലാം തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസിനൊക്കെ മുന്നണിയിലെടുക്കാനും ഇന്ന് UDF ഈ പെടാപ്പാട് വിടണമെന്തിനാ? ഇപ്പൊ കേരള കോൺഗ്രസിനെ പറ്റും ചവിട്ടി പുറത്താക്കിയിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റിന്റെ ചെയർമാൻ സ്ഥാനമൊക്കെ പുറത്താക്കി ലീഗും കോൺഗ്രസ് ആണ് പുറത്താക്കി ഇട്ടെറിഞ്ഞു പോയിട്ട് ആ ധിക്കാരികൾ അഹങ്കാരികൾ ഇന്ന് കാല് പിടിക്കുക. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും മുസ്ലിം ലീഗ് പറഞ്ഞാലും ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞാലും STP പറഞ്ഞാലും ഞങ്ങളെപ്പോലൊക്കെ മതേതരവാദികൾക്ക് ഇവരൊക്കെ വർഗീയവാദികൾ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. പക്ഷേ അതിനെടുക്കുന്ന തീരുമാനങ്ങളും അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതും കൂടി കേരളത്തിലെ 3.5 കോടി മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയാണ്, BJP-ന് സംഘപരിവാറിന് കേരളത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇവരെ പോലൊക്കെ തിരിച്ചറിയാൻ നമ്മളൊക്കെ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. ജയ് ഹിന്ദ്.